നമസ്കാരം. നമസ്തേ. തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ വലിയ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കെ അണ്ണാമലൈ പാർട്ടി വിടുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇന്നലെ അദ്ദേഹം അതെല്ലാം എതിർക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അദ്ദേഹത്തെ 2020 അദ്ദേഹം ഈ പറഞ്ഞ പോലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രാജിവെച്ച് BJP-യിലോട്ട് ചേരുന്നത്. പിന്നീട് പെട്ടെന്ന് തന്നെ 2021 അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷനായി വരുന്നു. പിന്നീട് അങ്ങോട്ട് വലിയ തരത്തിൽ ജയലളിതയ്ക്കെതിരെ പറയുന്ന AIDMK, രണ്ടുപേരും ഒരേ മുന്നണിയായിരിക്കുമ്പോൾ പോലും AIDMKക്കെതിരെയും ജയലളിതയ്ക്കെതിരെയും പറയുന്ന സമ്പ്രദായം അദ്ദേഹം കീപ്പ് ചെയ്യുന്നു. അത് മുന്നണിക്കുள் NDAക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ 2024 അവസാനം 25 കൂടി അദ്ദേഹത്തെ ഒഴിവാക്കി നയനാർ നാഗേന്ദ്രനെ BJP സംസ്ഥാന അധ്യക്ഷനായി തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നു. അപ്പം ഇത്തരത്തിൽ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നു. പിന്നീട് ഈ നടന്ന 2026 ഇലക്ഷനിലൊന്നും അദ്ദേഹം ക്യാമ്പയിനിങ്ങിൽ ഇറങ്ങില്ല എന്ന് പിടിവാശി പിടിക്കുന്നു. അപ്പോൾ അപ്പോഴേ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഇത് BJP-യിൽ നിന്ന് മാറും എന്നുള്ള തരത്തിൽ. ഇപ്പം രജനീകാന്തുമായിട്ട് കൂട്ടുപിടിച്ച് പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു, വിജയ് ഉണ്ടാക്കിയ പോലെ എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, അതായത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പുറത്ത് നിന്നിരുന്ന, അത്രയൊന്നും സ്വാധീനമില്ലാതിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനെ ഒരു ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് കെ അണ്ണാമല. മുൻപ് കർണാടക കേഡറിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു അണ്ണാമല. അതിനുശേഷമാണ് അദ്ദേഹം തമിഴ്നാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് പലപ്പോഴും അണ്ണാമല തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അദ്ദേഹം തമിഴ്നാട് BJP-യുടെ പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുന്നു. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ വെറും 3% വോട്ടുണ്ടായിരുന്ന BJP ഏതാണ്ട് 11%, അത് എനിക്ക് കണക്ക് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല, 12% വോട്ടിലധികം, 12%മോ അതിലധികമോ വോട്ട് അദ്ദേഹം ലോക്സഭാ ഇലക്ഷനിൽ നേടി BJP-യെ ആ ഒരു ഫ്രിഞ്ച് രാഷ്ട്രീയത്തിന്റെ അരികിൽ നിന്നും രാഷ്ട്രീയ മുഖ്യധാരയുടെ മധ്യത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ കൃത്യമായ ബോധമുള്ള ഒരു വ്യക്തിയാണ് അണ്ണാമല എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് ഇന്റർവ്യൂകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. തമിഴ് ആക്സന്റോടുകൂടിയാണ് ഇംഗ്ലീഷ് പറയുന്നതെങ്കിലും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന് ഏത് കാര്യവും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സൊഫിസ്റ്റിക്കേഷൻ ഉണ്ട്. ഭംഗിയായി തമിഴ് സംസാരിക്കും, അതുപോലെ തന്നെ കന്നഡ സംസാരിക്കും, ഹിന്ദിയും സംസാരിക്കും. അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള ഒരു ഗുണമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി. മനസ്സിലായ കാര്യങ്ങൾ സമൂഹത്തോട് സംവേദനം ചെയ്യാനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശേഷി. ഇത് രണ്ടും അണ്ണാമലയ്ക്കുണ്ട്. അദ്ദേഹത്തിന് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം, സാമൂഹിക ഘടനയെക്കുറിച്ചുള്ള ബോധം ഇതൊക്കെ വളരെ കൃത്യമായിട്ടുണ്ട്. തൻ്റെ അറിവ് അദ്ദേഹത്തിന് പ്രയോജനപ്പെടുത്താൻ രാഷ്ട്രീയത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അണ്ണാമല അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ സംഭവവികാസത്തിൽ നിന്ന് നമുക്ക് തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലേക്ക് പോകാം. ഇപ്പോഴത്തെ സംഭവവികാസം അണ്ണാമല രാജിവെച്ചോ ഇല്ലയോ? ആദ്യം റിപ്പബ്ലിക് TV-യിൽ ഉൾപ്പെടെ ഇന്നലെ വാർത്ത വന്നത് അണ്ണാമല വെക്കുന്നു എന്നാണ്. പക്ഷെ ഔദ്യോഗികമായിട്ട് അദ്ദേഹം രാജിക്കത്ത് BJP പ്രസിഡന്റ് നൽകിയിട്ടില്ല. BJP അധ്യക്ഷൻ നിതിൻ നബീനെയും അമിത്ഷാ, BJP-യുടെ പ്രമുഖ നേതാവും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായെ അദ്ദേഹം കണ്ടു. അതിനുശേഷം അദ്ദേഹം BJP-യുടെ സംഘടനാ സെക്രട്ടറിയായ BL സന്തോഷിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം തീരുമാനം അറിയിച്ചു. തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്ന് BJP നേതാക്കന്മാർ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം അതത്ര കാര്യമായിട്ട് പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ഇതിനിടെ മറ്റൊരു ചോദ്യം വന്നു. അദ്ദേഹം BJP-യിൽ നിന്ന് രാജിവെച്ചാലും BJP-യുടെ ഒരു ഐഡിയോളജിക്കൽ സഹയാത്രികൻ തന്നെയാണ്. ഹിന്ദുത്വ സംഘപരിവാർ സംഘടനകളുടെ ഒരു ആശയപരമായ ഒരു സഹയാത്രികനാണ് അദ്ദേഹം ആ ആശയങ്ങൾ വിട്ടിട്ട് അദ്ദേഹം പുറത്തേക്ക് പോകുമോ എന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നു. അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്നും എനിക്ക് വ്യക്തമായത്. അദ്ദേഹം തമിഴ്നാട്ടിൽ ഒരു ആരാധക വൃന്ദത്തെ, അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് ബേസ് സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ കൃത്യമായ ഹിന്ദുത്വ രാഷ്ട്രീയ
പറഞ്ഞുകൊണ്ടും അത് ആ രീതിയിൽ തന്നെയുള്ള പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വേൽ യാത്ര അതിനു മുമ്പ് തുടങ്ങിയതാണ്. അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു എൽ മുരുകൻ BJP പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് വേൽ യാത്ര എന്ന ഒരു ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഒരു മുരുകന്റെ ആയുധമായ വേൽ പൂജിച്ച വേലുമായിട്ട് തമിഴ്നാട്ടിൽ യാത്ര നടത്തി. അണ്ണാമലയാണെങ്കിലും വളരെ കൃത്യമായ ഇത്തരം വിഷയങ്ങളിലായിരുന്നു ഊന്നൽ കൊടുത്തിരുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ BJP നേതാക്കന്മാർ ആരും തന്നെ ഇത്തരം ഒരു വിഷയം ഈ രീതിയിൽ ഏറ്റെടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ ശബരിമല വിഷയത്തിലോ അതല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലോ ഒന്നും തന്നെ BJP എന്ന ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകളോ വിശ്വ ഹിന്ദു പരിഷത്തോ ഒക്കെ അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുമെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കേരള BJP അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ അണ്ണാമല അങ്ങനെ അല്ലായിരുന്നു. വ്യക്തമായ ഐഡന്റിറ്റി രാഷ്ട്രീയം, സ്വത്വ രാഷ്ട്രീയം അത് പുറത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. തമിഴ്നാട്ടിൽ ഒരുപക്ഷെ തമിഴ്നാടിന്റെ സാഹചര്യത്തില് BJPക്ക് എല്ലാ കാലവും സഖ്യകക്ഷികളെ കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും പഴയ കാലത്തെ ആദ്യം ജയലളിത ഉണ്ടായിരുന്ന കാലത്ത് AIDMK BJP സഖ്യം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് BJPയും DMKയും തമ്മിൽ സഖ്യത്തിലായിരുന്നു. പിന്നീട് BJP ഒറ്റയ്ക്ക് നിന്നു. പക്ഷെ അണ്ണാമലയ്ക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. അതിന് അദ്ദേഹത്തിന് അതെങ്ങനെ നടപ്പാക്കണമെന്നും അറിയാമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് നാടകീയത മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ തമിഴ് രാഷ്ട്രീയത്തിലെ നാടകീയതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് സിനിമക്കാരൊക്കെ അവിടെ രാഷ്ട്രീയക്കാരാകുന്നത്. അപ്പൊ തന്നെ അണ്ണാമല ചെരുപ്പിടുന്നില്ല. പിന്നെ പണ്ട് മഹാഭാരതത്തിൽ പാഞ്ചാലി ശപഥം ചെയ്ത പോലെ ഞാൻ കൗരവരെ കൊന്ന് അവരുടെ ചോര കുടിച്ചിട്ട് മുടി കെട്ടി വെക്കൂ എന്ന പാഞ്ചാലിയുടെ ശപഥം പോലെ വസ്ത്രാക്ഷേപം ചെയ്തതിനെ തുടർന്നാണ് കൗരവർ വസ്ത്രാക്ഷേപം ചെയ്തതിനെ തുടർന്നാണ് പാഞ്ചാലി അങ്ങനെ ഒരു ശപഥം എടുക്കുന്നത്. അതുപോലെ DMK അധികാരത്തിൽ നിന്നും പുറത്താക്കാതെ ഞാൻ ഒരു കാരണവശാലും ചെരുപ്പിടില്ല എന്നൊരു ശപഥം അണ്ണാമല സ്വീകരിച്ചു. ആ ശപഥം അദ്ദേഹമല്ല ആ DMK പുറത്താക്കിയതെങ്കിലും DMK പുറത്തായി. പക്ഷെ ഇപ്പോഴും അണ്ണാമല ചെരുപ്പിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ പിന്നെ ചാട്ടവാറ് കൊണ്ട് സ്വന്തം ദേഹത്തടിച്ചിട്ട് അദ്ദേഹം ഒരു നാടകീയത സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അണ്ണാമല തമിഴ് രാഷ്ട്രീയത്തിന്റെ എല്ലാ സൂക്ഷ്മവശങ്ങളെ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. പക്ഷെ പെട്ടെന്ന് BJP എന്താണ് ഇദ്ദേഹത്തിനെ പുറത്താക്കിയത്? ഇദ്ദേഹം BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ ഒരു സ്വീകാര്യത തമിഴ്നാട്ടിൽ കൊണ്ടുവന്നു. BJP സംഘപരിവാറിനെ ഒന്നും പേര് പോലും പറയാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും അദ്ദേഹം ആ രാഷ്ട്രീയം വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞ് വ്യക്തമായ സംഘ രാഷ്ട്രീയം പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ പൊതുരംഗത്ത് പ്രവർത്തിച്ചു. അപ്പോൾ ആശയപരമായിട്ട് അണ്ണാമലയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആശയമല്ല പ്രശ്നം. ഇനി എന്തായിരിക്കാം പ്രശ്നം? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അണ്ണാമല BJPയുടെ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങുന്ന ഒരാളല്ല. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തെക്കേ ഇന്ത്യയിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുരിതം ഈ BJPയേക്കാൾ വളർന്ന RSS ആണ്. ഇപ്പൊ കേരളത്തിലെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തില് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കേരളത്തിൽ RSS ആണ് BJP. ഒന്നുകിൽ RSS രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറണം, അതല്ലെങ്കിൽ അവര് BJPയുടെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് നിർത്തണം. ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് വലിയ ആന്തരിക സംഘർഷങ്ങൾക്കിടയാകും. തമിഴ്നാട്ടിൽ സംഭവിച്ച അതാവണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം RSS നേതാക്കന്മാരെ വലിയ ബഹുമാനത്തോടാണ് സാധാരണഗതിയിൽ സാധാരണ BJP നേതാക്കന്മാർ കാണുന്നത്. പക്ഷെ ലാറ്ററൽ എൻട്രിയാണ് അണ്ണാമല. ഈ താഴേന്ന് വളർന്നു വരുന്ന മറ്റേ ആൾക്കാരുണ്ട്. പിന്നെ നമുക്കറിയാം ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ താഴേന്ന് കയറി വരുന്നവരോ അല്ലെ IAS ഒക്കെ കിട്ടി വരുന്നവരോ ഉണ്ട്. പക്ഷെ ഇപ്പൊ ലാറ്ററൽ എൻട്രി ആയിട്ട് ഒരാൾ ഏതെങ്കിലും ഇപ്പൊ ജോയിന്റ് സെക്രട്ടറി, കേന്ദ്രത്തിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ലാറ്ററൽ എൻട്രി ഉണ്ട്. അമേരിക്കയിലൊക്കെ പലപ്പോഴും ലാറ്ററൽ എൻട്രിയാണ്. FBI ഡയറക്ടർ ആകുന്നത് ഇതുവരെ സർക്കാർ ജോലി ഇല്ലാതിരുന്ന ആളായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ FBI ഡയറക്ടർ അങ്ങനത്തെ ആളാണ്. അതുപോലെ ആയിരിക്കും. പുറത്ത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആൾ ഉന്നത പോസ്റ്റിലേക്ക് ഒറ്റയടിക്ക് കയറി വരും. പക്ഷേ ഈ ലാറ്ററൽ എൻട്രി ആയിട്ട് വരുന്നവർക്ക് ഇതിനകത്തിലെ ചിട്ടവട്ടങ്ങളൊന്നും അറിയണമെന്നില്ല. അവര് RSS നേതാക്കന്മാരുടെ മുന്നിൽ വണങ്ങി നിൽക്കണമെന്നുമില്ല. ഇത്
അണ്ണാമല എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിച്ചിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ സംഘടനയിൽ ചില പെക്കിംഗ് ഓർഡർ ഉണ്ട്. അതിന്റെ മലയാളം എന്ത് പറയുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇംഗ്ലീഷിൽ പെക്കിംഗ് ഓർഡർ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. ഈ മൃഗങ്ങളുടെ ഇടയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മൃഗം അതിനെ ബാക്കി എല്ലാവരും ബഹുമാനിക്കും. അങ്ങനെ ഒരു ഓർഡർ പല കേഡർ പ്രസ്ഥാനങ്ങളിലുണ്ട്. അത് RSS മാത്രമല്ല, അതുപോലുള്ള കേഡർ പ്രസ്ഥാനങ്ങൾ ഇപ്പം മുസ്ലിം സംഘടനകളാണെങ്കിലും അതല്ലെങ്കിൽ CPM പോലുള്ള ഈ ഈ പിന്നെ പെക്കിംഗ് ഓർഡർ ഒരുപക്ഷെ അണ്ണാമലയെ പോലൊരു രാഷ്ട്രീയക്കാരൻ അത് പാലിച്ചിരിക്കാനിടയില്ല. അവിടെ ആയിരിക്കാം അദ്ദേഹത്തിനോട് സംഘടനാ തലത്തിൽ നിന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഈ ചൊറിച്ചിൽ അണ്ണാമലയെ പോലൊരു ആളിന് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, കേരളത്തിലെ മുൻ DGP റാങ്കിൽ വിരമിച്ച ശ്രീലേഖ പലപ്പോഴും തിരുവനന്തപുരത്ത് ഇത്തരം അസ്വസ്ഥതകൾ കാണിക്കാറുണ്ട്. എൻ്റെ ഒരു വിലയിരുത്തൽ സുരേഷ് ഗോപി ഇത്തരം അസ്വസ്ഥതകൾ കാണിക്കാറുണ്ട്. ഇതൊക്കെ തന്നെ ലാറ്ററൽ എൻട്രികളാണ്. ഈ ലാറ്ററൽ എൻട്രികൾ ഒരു കേഡർ പാർട്ടിയിൽ എത്തുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും സംഘടനാ ചട്ടക്കൂടിനോട് അത്ര യോജിച്ചു പോകാൻ പറ്റണമെന്നില്ല. അണ്ണാമല ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു കൊളോസസ് ആണ്. ബി ജെ പി മറ്റുള്ളവരൊക്കെ മിജറ്റ്സ് ആണ്. അത് കുരുടന്മാരുടെ ഇടയിൽ ഒരു അതികായൻ കയറി വന്നു നിന്നാൽ അദ്ദേഹത്തിന് ഈ പിന്നെ ഈ തന്നേക്കാൾ വളരെ ചെറിയ ആൾക്കാരെ തൻ്റെ പുറത്ത് കയറാൻ ശ്രമിച്ച അയാൾ തട്ടിയെറി. അതായിരിക്കണം അണ്ണാമലയ്ക്ക്. ആശയപരമായിട്ട് അണ്ണാമലയ്ക്ക് ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ട് ഒരു വിയോജിപ്പും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇത്ര ശക്തമായിട്ട് അവതരിപ്പിക്കാൻ തെക്കേ ഇന്ത്യയിൽ BJPക്ക് ഒരു നേതാവില്ല. പക്ഷേ അണ്ണാമലയ്ക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്. ആ വീക്ക്നെസ് അദ്ദേഹത്തിന് ഒരു മണ്ഡലത്തിൽ നിന്നും വിജയിക്കാൻ പറ്റിയില്ല. നമ്മളിനി എന്തൊക്കെ എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും, എത്ര വലിയ മാസ് അപ്പീൽ ഉണ്ടെങ്കിലും, എത്ര വലിയ കരിസ്മ ഉണ്ടെങ്കിലും, നമുക്കൊരു സേഫ് സീറ്റ് ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒന്നുമല്ല. രാഷ്ട്രീയത്തിന്റെ ആദ്യ ചുവടിൽ നിങ്ങളുടെ ഒരു സുരക്ഷിതമായ ഒരു സീറ്റ്, ഒരു ഇടം നിങ്ങൾ കണ്ടെത്തണം. ആ സുരക്ഷിത ഇടത്തിൽ നിന്നുകൊണ്ട് അവിടെ ശക്തമായിക്കൊണ്ട് അവിടെ ഒരു കോട്ട പണിയുക. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പോരാടുക. ആ പോരാട്ടത്തിന് പകരം നിങ്ങളുടെ മാസ് ബേസ് സംസ്ഥാനം ആകെ പടർന്നു കിടക്കുക. അണ്ണാമലയ്ക്ക് വലിയ ഫാൻ ഫോളോയിങ് മാസ് ബേസും ഒക്കെ ഉണ്ട്. പക്ഷെ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തില്ല. ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് ഒരു മാസ് ബേസ് സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്നാണ്. അത് അദ്ദേഹത്തിന് പറ്റിയ ഒരു തന്ത്രപരമായ പാളിച്ചയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിലാണ്. എന്നേക്കാൾ തമിഴ് രാഷ്ട്രീയം 100 മടങ്ങ് അറിയാവുന്ന ആളായിരിക്കും അണ്ണാമലൈ. പക്ഷേ ഞാൻ പുറത്തു നിന്നുകൊണ്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കോയമ്പത്തൂരിലെ അദ്ദേഹം തൻ്റെ പ്രദേശത്ത് തനിക്കൊരു സേഫ് ബേസ് ഉണ്ടാക്കിയിട്ട് രണ്ടാമത് വേണമായിരുന്നു അദ്ദേഹം സംസ്ഥാന വ്യാപകമായിട്ട് പോകേണ്ടത്. അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു. ഇതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെ ഒക്കെ ഒരു സുപ്രഭാതം കൊണ്ട് BJPയുടെ കേന്ദ്ര നേതൃത്വം മാറ്റിയെടുക്കുകയും നയനാർ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ പല പല പാർട്ടികളിൽ പ്രവർത്തിച്ച് ചാടിച്ചാടി വന്ന മുൻ ADMK കാരനെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയും ചെയ്തു. ആ നയനാറിന് ഇപ്പം ബി ജെ പി കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയുമ്പോഴും അണ്ണാമലയെ പോലൊരു വ്യക്തിയെ പുറത്താക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. അദ്ദേഹത്തിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്താക്കിയത്. അതായത് 3% വോട്ടിൽ നിന്നും 12%-ലധികം വോട്ടിലേക്ക് ഒരു പാർട്ടിയെ കൊണ്ടുവരുന്ന വ്യക്തി അദ്ദേഹത്തിനെ പറഞ്ഞു ആ സ്ഥാനത്തു നിന്ന് മാറ്റുന്നത് അദ്ദേഹത്തിന് പ്രായോഗിക രാഷ്ട്രീയം അറിയാൻ വയ്യെന്നും ആദർശ രാഷ്ട്രീയത്തിലാണ് നിൽക്കുന്നതെന്നും പ്രായോഗിക ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയം വേണമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ഥാനത്തു നിന്ന് മാറ്റുന്നു. ആ സ്ഥാനത്തു നിന്ന് മാറ്റിയിട്ട് അവിടെ ഒരുത്തനെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നു. എന്നിട്ട് അങ്ങേര് വീണ്ടും പഴയ വോട്ട് ശതമാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു 3%. ഇപ്രാവശ്യം അസംബ്ലി ഇലക്ഷനിൽ ADMKയുടെ സഖ്യകക്ഷിയായിട്ട് മത്സരിച്ചിട്ട് കിട്ടിയത് ഈ 3%. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വലിയ ബുദ്ധി കാണിച്ചത് മഹാമണ്ഡത്തരമായിട്ട് ഒടുവിൽ വന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ബംഗാൾ പോലെ അപ്രാപ്യമായ ഒരു സംസ്ഥാനം, 30% മുസ്ലിം വോട്ടുള്ള ഒരു സംസ്ഥാനം, 60 കൊല്ലമായിട്ട് കേന്ദ്രത്തിലും ആ സംസ്ഥാനത്തിലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്നു. അവിടെ BJPക്ക് മമതാ ബാനർജിയെ പോലെ ബംഗാളിനെ തൻ്റെ കൈരേഖ പോലെ ബംഗാളിനെ അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ അവിടുന്ന് ഇലക്ഷനിലൂടെ പുറത്താക്കാൻ അത് എന്ത് തന്ത്രം ആയിക്കൊള്ളട്ടെ, മമതയെ എന്ത് തന്ത്രവും പ്രയോഗിക്കുന്ന, അടിയെങ്കിൽ അടി കൊലയെങ്കിൽ കൊല, അതിന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്ത് അവരെ പുറത്താക്കാമെങ്കിൽ തമിഴ്നാട്ടിൽ BJPക്ക്
എന്തുകൊണ്ട് വരാൻ പറ്റില്ല? പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അവിടെ ബി ജെ പിക്ക് തന്ത്രപരമായ പാളിച്ച പറ്റി. അവിടെ ആസൂത്രണത്തിലും എക്സിക്യൂഷനിലും ബി ജെ പിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അല്ലെങ്കിൽ അത് ബി എൽ സന്തോഷിനെ പോലുള്ള അഖിലേന്ത്യാ തലത്തിലെ സംഘടനാ സെക്രട്ടറി ആയിരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങരുടെ വ്യക്തിപരമായ താല്പര്യമുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ ഒരു വിഷ്യസ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ചില തമിഴ് ബ്രാഹ്മണ, ഞാൻ പേരെടുത്ത് തന്നെ അങ്ങ് പറയുകയാണ്. അപ്പൊ അത്തരം ഗ്രൂപ്പുകൾ അവരാണ് വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ കുത്തക. അവർക്ക് വിജയിക്കാനൊന്നും വേണ്ട, അവർക്ക് കുറച്ച് സ്വാധീനവും ഇതുകൊണ്ട് കുറച്ച് നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഇവരുടെയൊക്കെ ഇപ്പം ചെവി കടിക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമായിരിക്കണം അണ്ണാമലയ്ക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കി അദ്ദേഹത്തിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റിയത്. എന്തായാലും ശരി, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് സെൻട്രൽ ലീഡർഷിപ്പിന്റെ എവിടെയോ കണക്കൂട്ടലുകളുടെ ഒരു പരാജയമാണ്. ഇത് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ എത്ര വലിയ ആളായാലും, നിങ്ങൾ എത്ര വലിയ തന്ത്രജ്ഞനായാലും, ചിലപ്പോൾ തന്ത്രപരമായ ഈ വലിയ ആരോഗ്യമുള്ള ആൾ ചിലപ്പം മരിക്കുന്നത് പഴത്തൊലിയിൽ ചവിട്ടി വീണാണെന്ന് പറയുന്ന പോലെ അത്തരം തന്ത്രപരമായ മിസ്റ്റേക്കുകൾ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ വരുത്തുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ അണ്ണാമല എപ്പിസോഡെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇത് ഒരുപാട് സംസാരിക്കാനുള്ള ഒരു വിഷയമാണ്. എന്തായാലും ശരി, അണ്ണാമലയുടെ കാര്യത്തിൽ വ്യക്തമായി അദ്ദേഹം എടുക്കുന്ന തീരുമാനം പുറത്തു വന്നതിന് ശേഷം കൂടുതൽ അവലോകനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.